പ്രൊഡക്റ്റ് വന്നു. ഇന്ന് വന്നു പോനെ, നീ പോയി കഴിഞ്ഞപ്പോ എന്തോ നോക്കാം നമുക്ക്. ടിന്നിനകത്താണ് എന്തോ സംഭവം. നമുക്ക് നോക്കാം, നോക്കാം പിങ്കി, നമുക്ക് നോക്കാം. അച്ഛൻ എന്തോ ഇന്ന് മേടിച്ചത് നമുക്ക് നോക്കാം. ചൈനീസ് ഫുഡ് വരുമോ? ചൈനീസ് നൂഡിൽസ് കപ്പിനകത്താണ്. എന്ത് എങ്ങനത്തെ ടൈപ്പ് കാണിച്ച്? ഇത് കൊള്ളാതെ കഴിച്ചിട്ടില്ല. എന്ത് ചൈനീസ് മസാല അല്ലേ? ഇത്രയും ഇല്ലേ? തീനകത്തിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. ആണോ? കൊള്ളാം, ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം സംഭവം എന്താ. രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കുക. കുറെ കാണുമായിരിക്കും. മസാല കുറെ ഉണ്ടല്ലേ? പിങ്കിക്കും വേണം. ഈ കപ്പിനകത്തിട്ട് വേറെ കപ്പിനകത്തിട്ട് ഇതിനകത്തും പറ്റുമെന്ന് തോന്നല്ലേ? ഇത്തന്നെ ഇങ്ങനത്തെ ടൈപ്പാ. വേറെ ടൈപ്പ് നൂഡിൽസ്. എന്ത് ഇതിന്റെ കൂടെ കഴിക്കുന്ന ഫ്ലേവർ ഇങ്ങനെ അല്ലേ? പൊടിയായിട്ടല്ല ഇതാ. കൊള്ളോ? എരിവാണോ അതോ? ഇല്ലില്ല, ചൂടുവെള്ളം ഒഴിക്കാം. കൊള്ളോ? വേറെ പാത്രത്തിൽ ചെയ്യണോ? ഇതിനകത്ത് വേണോ? അതിന്റെ പറയുന്ന അതിനകത്ത് പറയുന്ന എന്റെ ഒടിഞ്ഞു പോയി. അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് അറിയാവോ? സെറ്റ് ചെയ്യുന്ന അറിയത്തില്ല. ഇതെല്ലോട്ട് കുത്തി വെക്കുക, എനിക്കതൊക്കെ അറിയാം. കേട്ടോ, ഇതിനകത്ത് ഉണ്ടാക്കണോ അതോ പ്ലേറ്റ് വേണോ? അതിന്റെ തനതായ രീതിയിൽ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടിപൊളി സാധനം. ആയിരിക്കും. കഴിച്ചും കൂടെ നോക്കിയിട്ട് ഇനി പറയണം. പിങ്കി കുഞ്ഞ് വെയിറ്റിംഗ്. പിങ്കി കുഞ്ഞ് ഇങ്ങനെ ഇട്ടല്ലേ? അതിനകത്ത് തന്നെ ഇട്ടേക്കാം. എന്നാ പാത്രത്തിൽ ഇട്ടേക്കണം. പാത്രത്തിൽ ഇട്ടേക്കാം. ഈ വെള്ളത്തിലോട്ട് ഇട്ടല്ലേ? ആ വെള്ളം മതി. പ്ലേറ്റ് വേണോ? പ്ലേറ്റിൽ തന്നെ എടുത്തിരുന്ന അതോടെ പൊട്ടിച്ചേരും. രണ്ടെണ്ണം എടുക്കുന്നില്ലേ? ഈ കളക്കം കരുക്കിടക്കുന്നതാണ്. മസാല ഒഴിച്ചില്ല ആണോ? ആദ്യം ഇത് ബോയിൽ ചെയ്തെടുക്കും അല്ലേ? അത് ഓൾറെഡി മസാല അങ്ങനെ ഇരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ഓരോന്ന് ട്രൈ ചെയ്യാം. നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഇത്? പണ്ടങ്ങാണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാനിങ്ങനെ പുറത്തെ ഫുഡൊന്നും കഴിക്കാറില്ല. പക്കർമോൻ താണ്ട് പൂച്ച നോക്കിപ്പോയി നിൽക്കുന്നുണ്ട്. പൂച്ച പോയി നോക്കുന്നുണ്ട്.
അതും ഇട്ടേ അതും കൂടെ ഇട്ട്. അതാ ഫോണില്ല ഓ ഇതും കൂടെ ഇട്ട് ഒരുമിച്ചിടാതായിരുന്നല്ലോ എല്ലാം. ഇതിപ്പോ വേണ്ടോ? ഇല്ല പെട്ടെന്ന് ഇട്ടോ, മറ്റേ കൂടെ ഇട്ട്. ബോയില് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. മനസ്സിലായോ? മറ്റേ എരിവുണ്ടോ? എരിവുണ്ടായിരുന്നു അതിന് മസാലയ്ക്ക്? ആ എരിവുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. ഓൾറെഡി ഇല്ലേ ഇങ്ങനത്തെ ടൈപ്പ് മസാല ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. മഴയും പെയ്യുന്നില്ലേ? ബാബ കുഞ്ഞ് വെയിറ്റിങ്. ചിക്കന് വേണ്ടിയാന്ന് തോന്നല്ലേ? മണമുണ്ട് നല്ല. ഇത് പ്ലേറ്റിൽ തന്നെ ഇടാം. പ്ലേറ്റ് ഇടുന്നുണ്ട്. വേറെ ടൈപ്പ് അല്ലേ? അതും കൂടെ മസാല കൂടെ ഒഴിക്കുമ്പോൾ പൊളിയായിരിക്കും അല്ലേ? ആദ്യം ചേർക്കില്ലായിരുന്നു മസാല, അല്ലല്ലോ രണ്ടാമത് ചേർക്കണം. കുറച്ചൊന്ന് ഒഴിച്ച് മസാല കാണിച്ചു തന്നെ ഞാൻ. ഓ ഇങ്ങനെ ചേർക്കുന്നില്ലേ ആവശ്യത്തിനല്ലേ? ഇച്ചിരി എടുത്ത് നോക്കി കൊള്ളാമെന്ന് നോക്കാം. ചൂടാ എങ്ങനെയുണ്ട്? എരിവാണോ? കൊള്ളാം. ഇങ്ങനെ ചേർക്കണം അല്ലേ? പൊളിയല്ലേ? ഞാൻ കൂടെ ടേസ്റ്റ് ചെയ്തു. ചിക്കനും കൂടെ ആഡ് ചെയ്യുന്ന ഒന്നുകൂടെ കൊള്ളായിരുന്നു അല്ലേ? ചിക്കന് വേണ്ടി സവാള സെറ്റാക്കില്ലേ? ഞാൻ സവാളയും ചിക്കനും കൂടി ഇട്ടാൽ മതി. അടിപൊളിയാവും. നല്ല രസമുണ്ട്. എരിവും ഉണ്ടെന്നാ മധുരവും ഉണ്ട് അല്ലേ? ഈ രണ്ട് രീതിയിലും ഉണ്ടാക്കാൻ തോന്നുന്നല്ലേ? എന്താ വറുത്ത സാധനമാ, വേവിച്ച സാധനമാ, അതിനകത്തോട്ട് ബോയിൽ ചെയ്ത്. മസാല തീർന്നിട്ടില്ലേ? ഇനിയും ഉണ്ടല്ലേ? ഇതിനകത്ത് ഇനിയുണ്ട്. ഇതിനകത്ത് നിറച്ചുണ്ട്. അയ്യോ, പിങ്കി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് ഓടുന്നുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സവാളയൊക്കെ അതിൻ്റെ കൂടെ ഇതും കൂടെ. അയ്യോ, ചൈനീസ് മാഗിയും കൂടെ. അയ്യോ, അതിൻ്റെ മസാല എന്ത്? ഇതിനകത്ത് മസാലയും കൂടെ ഉണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ലേ? ഒത്തിരി വേണ്ട, കുറേ ഉണ്ട് മസാല. മധുരവും ഉണ്ട്, എരിയും ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് മസാല. തിന്ന് കഴിച്ച് കാണിക്കാം. കൊതി വരുന്നു. അയ്യോ, കൊതി വന്നിട്ട് വയ്യ. ഓ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, മുഖം ഒന്ന് കാണട്ടെ. അടിപൊളി. അടിപൊളിയാണ്. ഓ മാഗി പിങ്കിക്കും ഇഷ്ടപ്പെട്ടു. പിങ്കി വരുന്നുണ്ടോ? പിങ്കി പോണേ. യോ ഫോണിലോട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടു. ചിക്കനും കൂടെ ചേർക്കാം. തരാം, മോക്ക് തരാം. അച്ചുമ്മോൻ കഴിക്കുമ്പോ
മോക്കും തരും കേട്ടോ. ചിക്കനും കൂടെ ആഡ് ചെയ്ത് സെറ്റാക്കാം. അടിപൊളിയാണ്. സൂപ്പറാണോ? ചിക്കൻ ഞാൻ എണ്ണ ചേർക്കാതെ ബോയിൽ ചെയ്ത കേട്ടോ. കൊള്ളാം. സവാളയൊക്കെ ചേർത്ത് ഇതിന്റെ മസാല കൂടെ ചേർക്കാം. ഇത് എരിവുണ്ട് മധുരമുണ്ട് അല്ലേ? അതെ, സ്വീറ്റാണ്. സ്വീറ്റാ അല്ലേ? ചെറിയ രീതി എരിവുണ്ട്. പൊതിച്ചിരിക്കുന്നു. മോക്ക് തരാം, മോക്ക് തരും. മോക്ക് തരാതെ ഇരിക്കത്തില്ലല്ലോ, മോന് തരും. ഇവിടെ എരി അത്രയും കൊടുക്കണോ അവക്ക്? പ്രശ്നമാവും. ചിക്കൻ്റെ ആ എല്ലും ഒക്കെ കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും വാങ്ങിക്കാം. എന്നെ ശരിയാക്കൂടെ ഇവിടെ? ഒക്കെ കൊടുക്കട്ടെ. കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. അടിപൊളി സാധനം പറയാതിരിക്കാൻ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൊതി വന്നിട്ട് വരും. ഓക്കെ, ഗുഡ് ബൈ.